ADGP MR അജിത് കുമാറിനെ വിമർശിച്ച CPI മുഖപത്രത്തിൽ ലേഖനം. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാം എന്ന ഗൂഢാലോചനയുടെ ഓരോ നീക്കവും അജിത് കുമാറിന്റെ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തം. നാണം കെട്ട റിപ്പോർട്ട് തയ്യാറാക്കി അജിത് കുമാർ സ്വയം കുറ്റമുക്തനായി. കലങ്ങാതെ കലങ്ങുന്ന നീർച്ചുഴി പോലെയാണ് പൂരം. അജിത് തമ്പുരാന്റെ കണ്ടുപിടുത്തം ഇതാണെന്നും ജനയുഗം ലേഖനത്തിൽ പരിഹാസം. സൈഫ് സൈനുലാബ്ദീൻ വിവരങ്ങൾ നൽകും. സൈഫ്, ഗൗരവതരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ആ ലേഖനത്തിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അതിൻ്റെ ഉള്ളടക്കം? എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? വിമർശനവും പരിഹാസവും കലരുന്നതാണ് ജനയുഗത്തിലെ ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വാതിൽ പഴുതിലൂടെ എന്ന പേരിൽ, ദേവിക എന്ന പേരിലാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടപടി വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രകാശ് ബാബു ലേഖനം എഴുതിയിരുന്നു. അതിന് മുഖ്യമന്ത്രി തന്നെ മറുപടി നൽകി, ഇത് നടപടിയെടുക്കുന്നത് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത്. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കളുടെ ആരുടെയും പേരിലല്ല ഈ ലേഖനമുള്ളത്, ദേവിക എന്ന പേരിലാണുള്ളത്. പക്ഷേ അതിൽ തന്നെ ജനയുഗത്തിൽ അങ്ങനെ ഒരു ലേഖനം വരുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയ പ്രസക്തി നമുക്ക് കാണാനും കഴിയും. ആരും പൂരം കലക്കിയിട്ടില്ലെങ്കിലും പൂരം കലങ്ങിയെന്നാണ് റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം തുടങ്ങുന്നത്. കലങ്ങാതെ കലങ്ങുന്ന നീർച്ചുഴി പോലെയാണത്രേ പൂരമെന്നാണ് അജിത് തമ്പുരാന്റെ കണ്ടുപിടുത്തം എന്ന പരിഹാസം ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പരിചയക്കുറവ് കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിച്ച SP-യുടെയും പൂരം നടത്തിപ്പുകാരായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെയും തലയിൽ പഴിചാരിയുള്ള തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് അജിത് കുമാർ തയ്യാറാക്കിയതെന്നാണ് ഈ വിമർശന സ്വഭാവത്തിൽ അവർ നൽകിയിരിക്കുന്നത്. പൂരം കലക്കൽ വേളയിൽ ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. കലക്കലിൽ പ്രതിഷേധിക്കുന്ന ഭക്തജനങ്ങളെ അജിത് അഭിസംബോധന ചെയ്യുന്ന ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ചാരനിറത്തിലുള്ള ഷർട്ടുധാരി, ഇരു കൈകളും ലോകരക്ഷകനായ കർത്താവിനെ പോലെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കുന്ന വണ്ണമാണ് ആ ചിത്രം വന്നിരിക്കുന്നത്. അതായത് ഭക്തജനങ്ങൾക്ക് മുന്നിൽ രണ്ട് കൈയും ഉയർത്തി നിൽക്കുന്ന അജിത് കുമാറിനെ ഈ ചിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അത് പരിഹസിക്കുന്നു, അതിനെ പരിഹസിക്കുകയാണ് ലേഖനം ചെയ്തിരിക്കുന്നത്. പൂരപരിപാടികൾ നിയന്ത്രിക്കുന്നത് ഇയാളാണെന്ന് ഈ ചിത്രത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ADGP രംഗത്തുള്ളപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് വെറുമൊരു SP ആകുന്നത് എങ്ങനെ എന്ന ചോദ്യം വരുന്നുണ്ട്. കാരണം അദ്ദേഹം നൽകിയ റിപ്പോർട്ടിൽ SP-ക്കാണ് പൂർണ്ണമായ കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത്. SP ചെയ്ത തെറ്റുകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ADGP അവിടെ ഉണ്ട് എന്നുള്ള ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഒരു SP കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന പ്രസക്തമായ ചോദ്യം ജനയുഗം മുന്നോട്ട് വെക്കുകയാണ്. പൂരം എങ്ങനെ ഭംഗിയാക്കും എന്നതിന് പകരം അതെങ്ങനെ കുളമാക്കാം, പൂരം കലക്കി എങ്ങനെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാം എന്ന ഗൂഢാലോചനയുടെ ഓരോ നീക്കവും അജിത് കുമാർ നടത്തുന്നത് ആ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് എന്നുകൂടി ജനയുഗം പറഞ്ഞു വെക്കുന്നുണ്ട്. പൂരം കലക്കിയതിന് പിന്നിൽ അതിൻ്റെ ചുക്കാൻ പിടിച്ച അജിത് കുമാർ തന്നെ കലക്കൽ അന്വേഷണം നടത്തിയാൽ താൻ കലക്കിയില്ല എന്ന റിപ്പോർട്ടല്ലാതെ എന്ത് അദ്ദേഹത്തിന് നൽകാനാകും എന്ന പ്രസക്തമായ ചോദ്യം കൂടി ജനയുഗം മുന്നോട്ട് വെക്കുന്നുണ്ട്. നാണം കെട്ട റിപ്പോർട്ട് തയ്യാറാക്കി സ്വയം കുറ്റമുക്തനായിട്ടാണ് അജിത് കുമാർ നെഞ്ചു വിരിച്ച് ചോദിക്കുന്നത്, എങ്ങനെയുണ്ട് എൻ്റെ പൂരം കലക്കൽ റിപ്പോർട്ട് എന്ന ചോദ്യം കൂടി പരിഹാസ രൂപേണ ജനയുഗം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും CPI-ക്കുള്ള അമർഷം ജനയുഗത്തിൽ ഒരു ദേവിക എന്ന പേരിലെഴുതിയ ലേഖനത്തിലൂടെ പുറത്തു വരികയാണ് ചെയ്യുന്നത്. സൈഫുദ്ദീൻ.